ബഹുദൂരം നടന്നുപോയ മനുഷ്യൻ ബഹദൂർ. മലയാള സിനിമയുടെ ഇന്നത്തെ പ്രേക്ഷകർക്ക് ആ പേര് അത്ര പരിചയമുണ്ടാകില്ല. 2000 സെപ്റ്റംബർ 29 പുറത്തിറങ്ങിയ ലോഹിതദാസ് ചിത്രം ജോക്കറിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. ആ സിനിമ റിലീസാകുന്നതിന് മാസങ്ങൾക്ക് മുൻപ് മെയ് 22 ബഹദൂർ എന്ന നടൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനു മുൻപ് ബഹദൂർ അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട്. 800-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് പടർന്നു പന്തലിച്ച മലയാള സിനിമയുടെ ബാല്യത്തിൽ സിനിമയെ കൈപിടിച്ച് നടത്തിയ കാരണവന്മാരിൽ ഒരാൾ ബഹദൂറാണ്. മലയാളത്തിലെ ആദ്യ ഹാസ്യ ചിത്രമാണ് 1960 പുറത്തിറങ്ങിയ നീലി സാലി. ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ കുഞ്ചാക്കോ നിർമ്മിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ചിത്രം. ഈ ചിത്രത്തിലാണ് ബഹദൂർ ആദ്യമായി നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ബഹദൂറിനൊപ്പം SP പിള്ള, കുട്ടിയടത്ത് വിലാസിനി, കാഞ്ചന, PB പിള്ള, കുണ്ടറ ജോൺ, കുണ്ടറ ബാസി, ബോബൻ കുഞ്ചാക്കോ അങ്ങനെ നിരവധി പേർ അഭിനയിച്ച സിനിമ. ഈ സിനിമയും അധികം ആർക്കും അറിയാൻ വഴിയില്ല. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം സിത്താര പാടി ഹിറ്റാക്കിയ നീയല്ലാതെ ആരുണ്ടെന്നുടെ പ്രണയപ്പുഴയിൽ ചിറകെട്ടാൻ എന്ന ഗാനം ഈ ചിത്രത്തിലേതാണ്. P. ഭാസ്കരൻ എഴുതി K. രാഘവൻ മാസ്റ്റർ സംഗീതം നൽകി മെഹബൂബും AP കോമളയും ചേർന്നാണ് ഈ പാട്ട് ആദ്യം ആലപിച്ചത്. നയാ പൈസയില്ല കയ്യിൽ നയാ പൈസയില്ല എന്ന് നമ്മൾ ഇപ്പോഴും പാടുന്ന ഈ പാട്ടൊക്കെ ഈ സിനിമയിലേതാണ്. മലയാള സിനിമയ്ക്ക് ആരായിരുന്നു കുഞ്ഞാലു എന്ന ബഹദൂർ? കൊടുങ്ങല്ലൂരിൽ പടിയത്ത് ബ്ലാങ്ങാച്ചാലിൽ കൊച്ചുമൊയ്തീൻ സാഹിബിന്റെയും കോട്ടപ്പുറത്ത് നമ്പൂരിമഠത്തിൽ കൊച്ചു ഖദീജയുടെയും 9 മക്കളിൽ മൂന്നാമനായി 1930 ജനനം. ഒരു ജ്യേഷ്ഠൻ, 7 സഹോദരിമാർ. ഇന്റർമീഡിയറ്റ് വരെ പഠിച്ച കുഞ്ഞാലു കുടുംബം നോക്കാനായി ആദ്യം പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായി. ഇതിനിടയിൽ നാടകം, അവിടെ നിന്ന് സിനിമയിലേക്ക്. ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. സിനിമാ മോഹവുമായി കുഞ്ഞാലു ചെന്നെത്തിയത് തിരുവനന്തപുരത്താണ്. 1953 പുറത്തിറങ്ങിയ പ്രേം നസീറിന്റെ 4ാമത്തെ ചിത്രമായ അവകാശിയിൽ ആൾക്കൂട്ടത്തിൽ ഒരാളായി കുഞ്ഞാലുവും ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ അദ്ദേഹത്തിന് പ്രതിഫലമായി കിട്ടിയത് ഒരു ഗ്ലാസ് ചായയാണ്. 54 പുറത്തിറങ്ങിയ പുത്രധർമ്മത്തിലാണ് ബഹദൂറിന് മുഴുനീള വേഷം ലഭിക്കുന്നത്. ഈ സിനിമയിലൂടെ തിക്കുറിശിയാണ് കുഞ്ഞാലുവിന് ബഹദൂർ എന്ന പേര് സമ്മാനിച്ചത്. അങ്ങനെ മലയാള സിനിമയിൽ ബഹദൂർ ജനിച്ചു. 1972 മിസ് മേരി എന്ന സിനിമയിലെ CP ജംബുലിംഗം എന്ന കഥാപാത്രത്തിന് മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം. മാധവിക്കുട്ടിയിലെ കുട്ടപ്പൻ എന്ന വേഷത്തിന് മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം. തുലാവർഷത്തിലെ അയ്യപ്പൻ മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന അവാർഡും നേടി. ചെറുതും വലുതുമായി ഒരുപാട് വേഷങ്ങൾ ബഹദൂർ അവതരിപ്പിച്ചു. വെറുമൊരു നടൻ എന്ന് മാത്രം ബഹദൂറിനെ വിശേഷിപ്പിക്കാനാകില്ല. നാടകത്തെ സ്നേഹിച്ച, സിനിമയെ സ്നേഹിച്ച സാധാരണക്കാരൻ. നടൻ എന്ന നിലയിൽ ബഹദൂർ സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. ജീവിതത്തിൽ സിനിമാക്കാരൻ മാത്രമായിരുന്നില്ല ബഹദൂർ. പല വേഷങ്ങൾ അദ്ദേഹം കെട്ടിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും പരാജയങ്ങളായിട്ടായിരുന്നു അവസാനിച്ചത്. ബഹദൂറിന്റെ നേതൃത്വത്തിൽ നാഷണൽ തിയേറ്റേഴ്സ് എന്ന പേരിൽ നാടക കമ്പനി ഉണ്ടായിരുന്നു. വല്ലാത്ത പഹയൻ, മാണിക്യ കൊട്ടാരം, ബർമ ബോറൻ, അടിയന്തരാവസ്ഥ തുടങ്ങിയ നാടകങ്ങളെല്ലാം അവതരിപ്പിച്ചത് നാഷണൽ തിയേറ്റേഴ്സ് ആണ്. 1970 എറണാകുളത്ത് ഇതിഹാസ് പിക്ചേഴ്സ് എന്ന പേരിൽ ഒരു ചലച്ചിത്ര വിതരണ സ്ഥാപനവും അദ്ദേഹം തുടങ്ങി. അമിതാഭ് ബച്ചനും മധുവും അഭിനയിച്ച സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രം തിയേറ്ററിലെത്തിച്ചതും യൂസഫ് അലി കച്ചേരിയുടെ സിന്ദൂരച്ചെപ്പ്, മരം എന്നീ ചിത്രങ്ങൾക്കും PMA അസീസിന്റെ മാൻപേട എന്ന ചിത്രത്തിനും സാമ്പത്തിക സഹായം നൽകിയതും ഇതിഹാസ് പിക്ചേഴ്സ് ആയിരുന്നു. നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നതിനപ്പുറം സിനിമ ഷോ ബിസിനസ് ആയതിനാൽ തന്നെ ഇതിഹാസ് പിക്ചേഴ്സിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. നഷ്ടത്തിലായ കമ്പനി പിന്നീട് അടച്ചുപൂട്ടി. സിനിമാ നിർമ്മാണ രംഗത്തും ബഹദൂർ കൈവച്ചിരുന്നു. ഭരതന്റെ ആരവം, മാൻപേട എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവ് ബഹദൂർ ആയിരുന്നു. ഈ സംരംഭവും സാമ്പത്തികമായി പരാജയമായി. പിന്നീട് തിരുവനന്തപുരം നേമത്ത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ലാബും തുടങ്ങി. പക്ഷെ അപ്പോഴും ഭാഗ്യം അദ്ദേഹത്തിനൊപ്പമായിരുന്നില്ല. ലാബിന്റെ പണിയെല്ലാം പൂർത്തിയായപ്പോഴേക്കും മലയാള സിനിമ കറുപ്പും വെള്ളയിൽ നിന്ന് കളറിലേക്ക് എത്തി. അതോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട് അതും പൊളിഞ്ഞു. അവസാനം അഭിനയിച്ച ജോക്കറിൽ സർക്കസ് കമ്പനിയിലെ ജോക്കറായാണ് ബഹദൂർ എത്തുന്നത്. സർക്കസ് കമ്പനിയിലെ മനോരോഗിയായ അബൂക്ക എന്ന ജോക്കർ ദിലീപിന്റെ ബാബുവിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്: കോമാളിയുടെ കണ്ണീർ മനസ്സിലിരുന്നാൽ മതി, നെഞ്ചിന് തീപിടിച്ചാലും ചിരിക്കണം. തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളോട് ഏറ്റുമുട്ടിയിട്ടും 1/2 നൂറ്റാണ്ട് കാലം കാണികളെ ചിരിപ്പിച്ച നടൻ അയാളുടെ അവസാന സിനിമയിൽ പറഞ്ഞു വെച്ച വാക്കുകൾ. ഞാൻ ബഹദൂർ എന്ന ആത്മകഥയിൽ സിനിമയ്ക്കുള്ളിലും പുറത്തും നേരിട്ട നല്ലതും മോശവുമായ അനുഭവങ്ങളെക്കുറിച്ചും പ്രാരാബ്ധക്കാരനായ സിനിമാ നടന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സിനിമയെയും സിനിമാക്കാരെയും സ്നേഹിക്കുന്നവരും സിനിമാ കഥകൾ ഇഷ്ടപ്പെടുന്നവരും ഈ ആത്മകഥ വായിക്കണം.
ബഹദൂർ എന്ന മനുഷ്യനെയും മലയാള സിനിമയെയും അറിയാനായി. ബഹദൂർ മലയാള സിനിമയും ഈ ലോകവും വിട്ടുപോയിട്ട് ഇക്കഴിഞ്ഞ മെയ് 22-ന് 1/4 നൂറ്റാണ്ട് പിന്നിട്ടു. സിനിമയിൽ 2 തരത്തിലുള്ള അഭിനേതാക്കളേ ഉള്ളൂ, നല്ല നടീനടന്മാരും മോശം അഭിനേതാക്കളും. നായിക നായക പദവിയോ മാസ് സീനോ ഡയലോഗോ ഒന്നുമല്ല ഒരു അഭിനേതാവിനെ നിർണ്ണയിക്കുന്നത്. അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രമായി മാത്രം പ്രേക്ഷകർക്ക് അയാളെ കാണാനാകുമ്പോഴാണ്. കൊടുങ്ങല്ലൂരിലെ കാദിയോളം ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ 25 വർഷമായി ആ മഹാമനുഷ്യൻ അന്തിയുറക്കത്തിലാണ്. ജീവിതത്തിലെ തിരിച്ചടികളിലൂടെ ബഹുദൂരം നടന്ന് ബ്ലോക്ക് ബസ്റ്ററാക്കി മാറ്റിയ തന്റെ ജീവിതം മലയാളികൾക്കും മലയാള സിനിമയ്ക്കും സമർപ്പിച്ചു.